നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. രണ്ട് ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് തിരൂർ താലൂക്കിൽ 18 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. പുറത്തൂരിൽ യുവതിയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തിരൂരിൽ വിഭവ സമാഹരണം നടത്തും. പറവണ്ണയിലെ ദുരിതാശ്വാസ ക്യാമ്പ് MLA കുറുക്കോളി മൊയ്തീൻ സന്ദർശിച്ചു. തിരുനാവായ നവാബുകുന്ദ ക്ഷേത്രത്തിൽ കർക്കടക വാവിനായി പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് നവാബുകുന്ദ ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വിശദമായ വാർത്തകൾ. 2 ദിവസങ്ങളിലായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് തിരൂർ താലൂക്കിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് തിരൂർ താലൂക്കിൽ സജ്ജീകരിച്ച 18 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 358 കുടുംബങ്ങളിൽ നിന്നായി 839 പേരാണ് കഴിയുന്നത്. 500-ൽ പരം കുടുംബങ്ങളെയാണ് ബന്ധുവീടുകളിലേക്ക് മാറ്റിയത്. തൃക്കണ്ടിയൂർ വില്ലേജിൽ 2 ക്യാമ്പുകളിലായി 56, തിരൂർ വില്ലേജിൽ 16, തൃപ്രങ്ങോട് വില്ലേജിൽ 44, പരിയാപുരം വില്ലേജിൽ 37, താനൂർ വില്ലേജിൽ 23, നിറമരുതൂർ വില്ലേജിൽ 22, ഇരുമ്പിളിയം വില്ലേജിൽ 2 ക്യാമ്പുകളിലായി 24, താന്നാളൂർ വില്ലേജിൽ 19, വെട്ടം വില്ലേജിൽ 40, കുറ്റിപ്പുറം വില്ലേജിൽ 10, തിരുനാവായ വില്ലേജിൽ 45, കാട്ടിപ്പരുത്തി വില്ലേജിൽ 3, പുറത്തൂർ വില്ലേജിൽ 2 ക്യാമ്പുകളിലായി 43, മംഗലം വില്ലേജിൽ 12 കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. തിരൂർ നഗരസഭയിലെ 27, 28, 29, 30, 33, 38 എന്നീ 6 വാർഡുകളിലെ വെള്ളക്കെട്ട് ഭീഷണി നേരിടുന്ന പോലീസ് ലൈനിലെ NSS സ്കൂൾ പരിസരം, ഗാന്ധിപുരം മേഖല, ശാന്തിനഗർ, ട്രഞ്ചിങ് ഗ്രൗണ്ട് പരിസരം, തിരൂർ പുഴയോരം എന്നിവിടങ്ങളിലുള്ള കുടുംബങ്ങളാണ് തിരൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്. തിരൂർ നഗരസഭയിലെ മുത്തൂർ, കൂത്തുപറമ്പ് ഭാഗങ്ങളിലുള്ളവരാണ്. ഏഴൂർ MDPS സ്കൂളിൽ 43 കുടുംബങ്ങളിലായി 105 പേരും, പൊറൂർ നടുവിലങ്ങാടി ഫാത്തിമമാത ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തായുള്ള 50ഓളം വീടുകളിലുള്ളവരാണ്. പൊറൂർ AMLP സ്കൂളിൽ 16 കുടുംബങ്ങളിലായി 42 പേരുമാണ് കഴിയുന്നത്. മന്ത്രി അബ്ദുറഹിമാൻ ഇടപെട്ട ക്യാമ്പിൽ കഴിയുന്നവർക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ശക്തമായ മഴയും തിരൂർ പുഴ നിറഞ്ഞു കവിഞ്ഞതുമാണ് പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറാനിടയാക്കിയത്. മഴയ്ക്ക് ശമനമുണ്ടായാലും തിരൂർ പുഴയിൽ നിന്ന് കരകയറിയ വെള്ളം ഉൾവലിഞ്ഞാലേ കുടുംബങ്ങൾക്ക് വീടുകളിലേക്ക് മാറി താമസിക്കാൻ കഴിയൂ. വെട്ടം പഞ്ചായത്തിലെ തീരദേശ പ്രദേശങ്ങളായ പറവണ്ണ, ആലിൻചുവട്, പുത്തങ്ങാടി, കടലോര പ്രദേശം, പടിയം, ആശാൻപടി, മുറിവഴിക്കൽ എന്നിവിടങ്ങളിലെ 50ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. തൃപ്രങ്ങോട് പഞ്ചായത്തിൽ KHMHS ആലത്തിയൂരിൽ 44 കുടുംബങ്ങളിലായി 100 പേരും, താനൂർ ശോഭപ്പറമ്പ് GLP സ്കൂളിൽ 23 കുടുംബങ്ങളിലായി 40 പേരുമാണുള്ളത്. നിറമരുതൂർ AMLP സ്കൂൾ, ഇരുമ്പിളിയം AMLP സ്കൂൾ, പുലാമന്തോൾ സൈൻ ഓഡിറ്റോറിയം, GHS ദേവദാർ, പുളിഞ്ചോട് അങ്കണവാടി, GMUPS പറവണ്ണ, GHS പേരശന്നൂർ, തിരുനാവായ നവാബുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളും ക്യാമ്പുകളായി തുടരുന്നുണ്ട്. വിവിധ പഞ്ചായത്തുകളിൽ വില്ലേജ് ഓഫീസർമാർക്ക് ചുമതല നൽകിയാണ് റവന്യൂ വകുപ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. മതിയായ സൗകര്യങ്ങൾ ഒരുക്കാൻ വില്ലേജ് ഓഫീസർമാരെ റവന്യൂ വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. വെട്ടം ന്യൂസ്, തിരൂർ. പുറത്തൂർ യുവതിയെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുറത്തൂർ സ്വാമിപ്പടി സ്വദേശി പാതിരപ്പള്ളി വീട്ടിൽ സുമേഷിന്റെ ഭാര്യ പ്രസീതയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
വ്യാഴാഴ്ച രാവിലെയോടെയാണ് സംഭവം. പുറത്തൂർ സ്വാമിപ്പാടി സ്വദേശി പാതിരപ്പള്ളി വീട്ടിൽ സുമേഷിന്റെ ഭാര്യ പ്രസീതയെയാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം തിരൂർ ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെട്ടം ന്യൂസ്, പുറത്തൂർ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി തിരൂർ താലൂക്ക് കമ്മിറ്റി വിഭവ സമാഹരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. IRCS താലൂക്ക് ചെയർമാൻ പാറപ്പുറത്ത് കുഞ്ഞുട്ടിയുടെ അധ്യക്ഷതയിൽ റിട്ടയർഡ് തഹസിൽദാർ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ നടന്ന സാഹചര്യത്തിൽ ദുരിതമനുഭവിക്കുന്ന നിലാരംബരായ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വിഭവ സമാഹരണ കേന്ദ്രം തിരൂർ ജില്ലാശുപത്രിക്ക് പുറകുവശമുള്ള അടിപ്പാട്ട് ബിൽഡിംഗിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. IRCS താലൂക്ക് ചെയർമാൻ പാറപ്പുറത്ത് കുഞ്ഞുട്ടിയുടെ അധ്യക്ഷതയിൽ റിട്ടയർഡ് തഹസിൽദാർ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ ദിലീപ് അമ്പായത്തിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെൽടി തിരൂർ, JRC ജില്ലാ കോർഡിനേറ്റർ K ഹസൻ മാസ്റ്റർ, താലൂക്ക് കോർഡിനേറ്റർ അൻസാർ മാസ്റ്റർ, കവിത ടീച്ചർ, റാഷിഖ് വെട്ടം, ഹുസൈൻകുട്ടി, ഷിഹാബ് KTO എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. പറവണ്ണയിലെ ദുരിതാശ്വാസ ക്യാമ്പ് MLA കുറുക്കോളു മൊയ്തീൻ സന്ദർശിച്ചു. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ശാശ്വത പരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. ജനപ്രതിനിധികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും MLAയെ അനുഗമിച്ചു. വ്യാഴാഴ്ച രാവിലെയോടെയാണ് MLA കുറുക്കോളി മൊയ്തീൻ GVHSS പറവണ്ണയിലെ ദുരിതാശ്വാസ അഭയ കേന്ദ്രം സന്ദർശിച്ചത്. വെട്ടം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായുള്ള 40ഓളം ആളുകളാണ് ക്യാമ്പിൽ കഴിയുന്നത്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ശാശ്വതമായ പരിഹാരത്തിനായി അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് MLA പറഞ്ഞു. പറവണ്ണ GMUP സ്കൂളിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫൗസിയയും അതുപോലെ ഈ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. ഇവിടെ വെട്ടം പഞ്ചായത്തിലെ 1, 14, 15, 20 വാർഡുകളിൽ നിന്നുള്ള താമസക്കാരാണ്. ഏകദേശം 40ലധികം വീട്ടുകാരായിട്ടുള്ള ആളുകളാണ് ഈ ക്യാമ്പിൽ ഉള്ളത്. ഈ പ്രാവശ്യത്തെ അതിവർഷം സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാടിന് തന്നെ ഞെട്ടിച്ച് കളഞ്ഞ, കേരളം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തം ഈ കൂട്ടത്തിൽ വയനാട്ടിലുണ്ടായി. ആ ദുഃഖത്തിലും ഖേദത്തിലുമാണ് നമുക്ക് ഉള്ളത്. തിരൂർ മണ്ഡലത്തിൽ തിരൂര്, തിരുനാവായ, വെട്ടം പഞ്ചായത്തുകളിലായി ചെറിയ തോതിലാണെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ വെട്ടം പഞ്ചായത്തിലെ 4 വാർഡുകളിലായി വെള്ളം കയറി അത് ഒഴുകിപ്പോകാതെ കെട്ടുനിന്നതിൻ്റെ പേരിൽ താമസം വീടുകളിൽ അസാധ്യമായതിനാൽ ഈ ക്യാമ്പിലേക്ക് മാറ്റപ്പെടുകയാണ് ഈ ആളുകളെ ചെയ്യേണ്ടി വന്നത്. ഇവിടെ അവർക്ക് സുരക്ഷിതമായി വേണ്ട സാധനങ്ങൾ, സാമഗ്രികൾ, ജീവിതാവശ്യങ്ങൾക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഒപ്പിച്ചു കൊടുക്കാൻ എല്ലാവർക്കും സാധിച്ചിട്ടുണ്ട്. എന്നാലും അവർ വീടുകളിൽ നിന്ന്, ഭവനങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു എന്നുള്ളത് എല്ലാവർക്കും പ്രയാസകരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരത്തിന് വേണ്ട ഒരു ചർച്ച ഉദ്യോഗസ്ഥ തലത്തിൽ ഈ ജില്ലയിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ അടുത്ത ആഴ്ച തന്നെ വിളിച്ചു ചേർക്കുന്നതാണ്. എന്നിട്ട് ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് നമ്മുടെ തലത്തിൽ കഴിയുന്നത് ഇവിടുന്ന് പൂർത്തീകരിക്കാനും ബാക്കിയുള്ളത് സർക്കാരിൻ്റെ സഹായം തേടുവാനും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ജനകീയമായ പിൻബലത്തിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ ഇവിടുന്ന് തന്നെ സാധിക്കും. അതിന് ഗ്രാമപഞ്ചായത്തും MLAയുടെ പരിശ്രമങ്ങളും ഒക്കെ ഉണ്ടാകും. എല്ലാം കൂടി നമുക്ക് ഇവർക്ക് മേലിൽ ഇതുപോലെയുള്ളൊരു ബുദ്ധിമുട്ട്, ഒരു ദുരിതം വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ കൂടി ഇതിൻ്റെ ഭാഗമായി നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിന് തയ്യാറാകും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. തിരൂർ മണ്ഡലത്തിലെ 4 ക്യാമ്പുകൾ 8 ക്യാമ്പുകളാണുള്ളത്. 8 ക്യാമ്പിൽ 500ഓളം ആളുകൾ വിവിധ ഭാഗങ്ങളിലായിട്ട് ഉണ്ട്. അതിൽ ഇന്ന് ഒക്കെ ഉച്ചയോടുകൂടി, ചിലത് ഇന്നലെ രാത്രി തന്നെ ഒഴിവായിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളത്തോടു കൂടി ഒഴിവാക്കാവുന്ന സാഹചര്യമുണ്ട്. അതേസമയം മഴയ്ക്ക് ശമനമുണ്ടായാൽ വൈകിട്ടോടെ കുടുംബങ്ങൾ വീട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുമുണ്ട്. വെട്ടം വില്ലേജ് ഓഫീസർ PA ജോസഫ് ആന്റണി, വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫൗസിയ നാസർ, വെട്ടം പഞ്ചായത്ത് അംഗങ്ങളായ ഷിജു നായരുവീട്ടിൽ, K സൈനുദ്ദീൻ, ഫാറൂഖ് പറവണ്ണ, സ്കൂളിലെ പ്രധാന അധ്യാപകൻ A ഹരീന്ദ്രൻ തുടങ്ങിയവർ MLAയെ അനുഗമിച്ചു. വെട്ടം ന്യൂസ്, പറവണ്ണ. തിരുനാവായ നവാബുകുന്ദ ക്ഷേത്രത്തിൽ കർക്കടകവാവിനായി പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ച പുലർച്ചെ 2 മണിക്ക് ചടങ്ങുകൾ തുടങ്ങും. 17 കർമ്മികളാണ് നേതൃത്വം നൽകുന്നത്. രസീത് വാങ്ങി കടവുകളിലേക്ക് എത്താം. പടിഞ്ഞാറേ നടയിലും ഗാന്ധി സ്മാരകത്തിന് സമീപത്തും കൗണ്ടറുകൾ പ്രവർത്തിക്കും. പിതൃക്കൾക്ക് മോശം തേടി പിൻതലമുറ വന്നണയുന്ന ഇടമാണ് ദക്ഷിണ കാശിയെന്നും
ത്രിമൂർത്തി സംഗമസ്ഥാനമെന്നും വിശേഷണങ്ങളുള്ള തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിനു മുൻപിലെ നിളനദിക്കടവുകൾ വിഷ്ണുവിനെയും ശിവനെയും ബ്രഹ്മാവിനെയും നിളയെയും സാക്ഷിയാക്കി ദിവസവും നൂറുകണക്കിന് പേരാണ് ഇവിടെ എത്തി ബലിതർപ്പണം നടത്തുന്നത്. മഴക്കലി ഏറ്റുവാങ്ങി നിള രൗദ്രഭാവത്തിലായതോടെ ചടങ്ങുകൾക്ക് വൻ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 200 പോലീസുകാർ, അഗ്നിരക്ഷാസേനയുടെ വൻ സന്നാഹം, മുങ്ങൽ വിദഗ്ധർ, സന്നദ്ധ സംഘടനകളുടെ സേവനം, സുരക്ഷാ ബോട്ടുകൾ എന്നിവയെല്ലാം ഇവിടെ തയ്യാറാകും. ആരോഗ്യവകുപ്പും റവന്യൂ വകുപ്പും KCBയും മരാമത്ത് വകുപ്പുമെല്ലാം സേവനങ്ങളുമായി ഉണ്ടാകും. KSRTCയും ബസ്സുകളും ഓടുന്നുണ്ട്. പുലർച്ചെ 2 മണിക്ക് ചടങ്ങുകൾ തുടങ്ങും. 17 കർമ്മികളാണ് നേതൃത്വം നൽകാനുള്ളത്. രസീത് വാങ്ങി കടവുകളിലേക്കെത്താം. പടിഞ്ഞാറേ നടയിലും ഗാന്ധി സ്മാരകത്തിന് സമീപത്തും കൗണ്ടറുകൾ പ്രവർത്തിക്കുമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ പി പരമേശ്വരൻ പറഞ്ഞു. ഓഗസ്റ്റ് 3 നടക്കുന്ന കർക്കിടകവാവിന് തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രക്കടവിൽ ബലിതർപ്പണത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. ക്ഷേത്രക്കടവിൽ പുലർച്ചെ 2:30 മുതലാണ് ബലിതർപ്പണം തുടങ്ങുക. ആളുകൾ വന്ന് പരമാവധി അവസാനത്തെ ആളും ബലിയിടിച്ചിട്ട് ബലികർമ്മം അവസാനിക്കുള്ളൂ. ഏകദേശം ഒരു 12 മണി വരെ ബലികർമ്മം ഉണ്ടാവും. അതിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫയർഫോഴ്സ്, പോലീസ്, അതുപോലെ മുങ്ങൽ വിദഗ്ധർ, തോണി, മെഡിക്കൽ, ജില്ലാ ആശുപത്രിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം, ഇങ്ങനെയുള്ള എല്ലാ സർവ്വസന്നാഹങ്ങളും ചെയ്തിട്ടുണ്ട്. വെള്ളം വളരെ താഴത്തേക്ക് പോയില്ലോ. ഇപ്പോൾ പടവുകളിലൊക്കെ ഇരുന്ന് നമുക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു, ഇപ്പോൾ മിനിഞ്ഞാന്നത്തേക്ക് സ്ഥിതി വെച്ചിട്ട് എത്രത്തോളം. പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം 10-12 പടവുകൾ നമുക്ക് ഉണ്ട്. അപ്പോൾ വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ഇന്ന് വൈകുന്നേരത്തോടു കൂടി മഴയൊന്നും പെയ്തിട്ടില്ലെങ്കിൽ നോർമൽ സ്റ്റേജിലേക്ക് എത്തും. ഇങ്ങനെ വന്നപ്പോഴും നമ്മൾ ഇന്നും ബലികർമ്മം നടന്നു, ഇന്നലെയും ബലികർമ്മം നടന്നിട്ടുണ്ട്. ആളുകൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാതെ ക്ഷേത്ര ജീവനക്കാർ എല്ലാവിധ സുരക്ഷയും ഒരുക്കിക്കൊണ്ടാണ് ഇന്നും ഇന്നലെയും ഒക്കെ കർമ്മങ്ങൾ വൃത്തിയായിട്ട് നടന്നു പോയിട്ടുള്ളത്. വാവ് ദിവസമാവുമ്പോഴേക്കും മഴ കുറഞ്ഞതും ആശ്വാസമായിട്ടുണ്ട്. ചടങ്ങിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്നവർക്ക് കോയമ്പത്തൂർ ഭക്തജന സമിതി പ്രാതലും ഒരുക്കി നൽകും. വെട്ടം ന്യൂസ്, തിരുനാവായ. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് നവാമുകുന്ദ ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 10, 11, 12, 13, 17 വാർഡുകളിലെ ആളുകളാണ് ഇപ്പോൾ ക്യാമ്പിലുള്ളത്. നവാമുകുന്ദ ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുനാവായ വില്ലേജ് ഓഫീസർ, അനന്താവൂർ വില്ലേജ് ഓഫീസർ, തിരുനാവായ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ ജനകീയ കമ്മിറ്റി ചേർന്നു. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്തഫ KT ചെയർമാനും കൺവീനർ നാസർ ആയപ്പള്ളിയെയും തിരഞ്ഞെടുത്ത് വാർഡ് മെമ്പർമാർ, അംഗൻവാടി ടീച്ചർമാർ, ICDS സൂപ്പർവൈസർ ഉമ്മർ ചിറക്കൽ, സോളമൻ വിക്ടർ ദാസ് എന്നിവർ ചേർന്നാണ് ക്യാമ്പ് നടത്തിപ്പിന് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന മത്സ്യഫെഡ് ചെയർമാൻ കൂട്ടായി ബഷീർ, CPM ജില്ലാ കമ്മിറ്റി നേതാവ് A ശിവദാസൻ, CPM തവനൂർ ഏരിയ സെക്രട്ടറി സുധാകരൻ എന്നിവർ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ചു. വെട്ടം ന്യൂസ്, തിരുനാവായ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.